കുറിച്ചുള്ള ഈ പരിശീലന സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെഷനിൽ നിന്ന് ആരംഭിക്കാം. വ്യായാമം പൂർത്തിയാകുമ്പോൾ പരിശീലനാർത്ഥികൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. കണക്ടറുകൾ ഉപയോഗിച്ച് ക്രിമ്പിംഗ് ജോയിന്റുകൾ തയ്യാറാക്കുക. ഫ്ലോ ലാമ്പ് ഉപയോഗിച്ച് കേബിൾ ലെഗുകൾ സോൾഡർ ചെയ്യുക. സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് കേബിളുകൾ സോൾഡർ ചെയ്യുക. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും: ഒരു ട്രെയിനിയുടെ ടൂൾ കിറ്റ്, ഒരു ക്രിമ്പിംഗ് പ്ലെയർ, ഒരു ബ്ലോ ലാമ്പ്, ഒരു ടോങ്, ഒരു കോമ്പിനേഷൻ പ്ലെയർ. ആവശ്യമായ മെറ്റീരിയലുകൾ: കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, തടി കൊണ്ടുള്ള പലക, സോൾഡർ, ഇഷ്ടിക ആവശ്യാനുസരണം, ഇൻസുലേറ്റിംഗ് സ്ലീവ്, ഫ്ലെക്സ്, ലെഗ് സോക്കറ്റ്, തുണി അല്ലെങ്കിൽ കോട്ടൺ ടേപ്പ് ആവശ്യാനുസരണം, ഗ്രേഡഡ് സാൻഡ് പേപ്പർ, കോപ്പർ അലുമിനിയം കണ്ടക്ടറുകൾ, ട്രേ, പെയ്ഡ് കണക്ടറുകൾ. നമുക്ക് നടപടിക്രമം ആരംഭിക്കാം. ഈ പരിശീലന സെക്ഷനിൽ നമുക്ക് 3 ടാസ്കുകളുണ്ട്. ടാസ്ക് 1 കണക്ടർ ഉപയോഗിച്ച് ക്രിമ്പിംഗ് ജോയിൻറ്റുകൾ തയ്യാറാക്കുക. ടാസ്ക് 2 ബ്ലോ ലാമ്പ് ഉപയോഗിച്ച് കേബിൾ ലെഗുകൾ സോൾഡർ ചെയ്യുക. ടാസ്ക് 3 സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് കേബിൾ സോൾഡർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആദ്യ ടാസ്കിൽ നിന്ന് ആരംഭിക്കാം. ആദ്യം ഒരു കണക്ടർ ഉപയോഗിച്ച് ക്രിമ്പിംഗ് ജോയിൻറ്റുകൾ തയ്യാറാക്കുക. ക്രിമ്പിംഗ് ജോയിൻറ്റുകൾ സ്ഥിരവും ഉയർന്ന കറണ്ട് കടത്തിവിടാവുന്നതുമാണ്. മൾട്ടി കോണ്ടാക്റ്റ് സിഗ്നലുകളിലേക്കോ ഉയർന്ന കറണ്ട് കണക്ടറുകളിലേക്കോ കേബിളുകൾ ബന്ധിപ്പിക്കുന്നതിന് അവ ഉപയോഗിക്കാം. അലോയ് ഉപയോഗിക്കാത്തതിനാൽ സോൾഡർ ചെയ്ത ജോയിൻറ്റുകളേക്കാൾ ഉയർന്ന ഗുണനിലവാരം അവ ഉറപ്പാക്കുന്നു. വയർ റാപ്പിഡ് ജോയിൻറ്റുകൾക്ക് വ്യത്യാസമായി ചെറുതും വലുതുമായ ക്രോസ് സെക്ഷനുകൾ ഉള്ള കേബിളുകൾക്ക് ഇവ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കണക്ടർ ഉപയോഗിച്ച് ഒരു ക്രിമ്പിംഗ് ജോയിൻറ്റ് തയ്യാറാക്കാൻ ആരംഭിക്കാൻ ഒരു ക്രിമ്പിംഗ് പ്ലെയറും കേബിൾ വയറും എടുക്കുക. ടെർമിനൽ വലിപ്പത്തിന് അനുയോജ്യമായ കേബിളിൽ നിന്ന് ആവശ്യമായ ഇൻസുലേഷൻ ദൈർഘ്യം നീക്കം ചെയ്യുക. ഇൻസുലേഷൻ മുറിക്കുന്നതിന് നമ്മൾ ശരിയായ വലിപ്പത്തിലുള്ള സ്ട്രിപ്പർ ബ്ലേഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അങ്ങനെയെങ്കിൽ വയർ കോർ കേടാകില്ല. വയർ സ്റ്റോണ്ടുകൾ ചെറുതായി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പിരിക്കുക. അനുയോജ്യമായ ക്രിമ്പ് പ്ലെയറും പെയ്ഡ് കണക്ടറും ഉപയോഗിച്ച് വേണം ആവശ്യമുള്ള സ്പെയ്ഡ് കണക്ടറുകൾ ക്രിമ്പ് പ്ലെയറിൻ്റെ അനുയോജ്യമായ ജോകളിൽ വെച്ച് ക്രിമ്പ് ചെയ്യാൻ. ഇപ്പോൾ കണക്ടറിൽ ആവശ്യത്തിന് വയർ ഇൻസേർട്ട് ചെയ്യുക. കണക്ടറിൻ്റെ മധ്യഭാഗത്തായി ആണോ ഹാൻഡ് വന്നിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയല്ലെങ്കിൽ അവ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. മതിയായ മർദ്ദം പ്രയോഗിക്കുക. അങ്ങനെ അത് കണക്ടറിൽ ഒരു നേരിയ ഇംപ്രഷൻ സൃഷ്ടിക്കുന്നു. കേബിളും കണക്ടറും വലിച്ചുകൊണ്ട് തയ്യാറാക്കിയ ക്രിമ്പിംഗ് ജോയിൻറ്റ് ഉറച്ചതാണോ എന്ന് പരിശോധിക്കുക. വ്യത്യസ്ത നീളത്തിലും വിവിധ വലിപ്പത്തിലുമുള്ള ചെമ്പ്, അലുമിനിയം കണ്ടക്ടറുകൾക്കായി കണക്ടറുകളുടെ ക്രിമ്പിംഗ് ആവർത്തിക്കുക. ഇനി ഒരു ബ്ലോ ലാമ്പ് ഉപയോഗിച്ച് കേബിൾ ലെഗുകൾ എങ്ങനെ സോൾഡർ ചെയ്യാമെന്ന് നോക്കാം. ഒരു ചെമ്പ് കണ്ടക്ടറിലേക്ക് ഒരു ലെഗ് സോൾഡറിംഗ് ഉപയോഗിച്ച് നമുക്ക് നടപടിക്രമം ആരംഭിക്കാം. 0 ഗ്രേഡ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് കേബിൾ ലെഗിൻ്റെ ആന്തരിക ഉപരിതലം വൃത്തിയാക്കുക. അഴുക്ക് കണികകൾ നീക്കം ചെയ്യുക. കേബിളിൻ്റെ ഒരറ്റം കേബിൾ ലെഗിലേക്ക് ഇടുക. ഇപ്പോൾ കേബിൾ ലെഗിൻ്റെ നീളം അനുസരിച്ച് കേബിളിൽ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തലിലേക്ക് ഏകദേശം 2 മില്ലിമീറ്റർ അധികമായി മാർക്ക് ചെയ്യുക. കേബിളിൽ നിന്ന് ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇൻസുലേഷൻ നീക്കം ചെയ്ത് സ്റ്റോണ്ടുകൾ വൃത്തിയാക്കുക. ടിന്നിങ് സമയത്ത് കേബിളിൻ്റെ സ്റ്റോണ്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ശരിയായ ക്രിമ്പിംഗ് ടൂൾ സൈസ് ഉപയോഗിക്കുക. കേബിളിൻ്റെ ഇൻസുലേഷനിൽ 30 മില്ലിമീറ്റർ നീളത്തിൽ ഒരു തുണി അല്ലെങ്കിൽ കോട്ടൺ ടേപ്പ് പൊതിഞ്ഞ് വെള്ളത്തിൽ നനയ്ക്കുക. തുണി അല്ലെങ്കിൽ ടേപ്പ് നനയ്ക്കാൻ മിനിമം വെള്ളം ഉപയോഗിക്കുക. വസ്ത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കുക. ബ്ലോ ലാമ്പ് കത്തിച്ച് അത് നീല ജ്വാല പുറപ്പെടുവിക്കുന്നതുവരെ കാത്തിരിക്കുക. കേബിൾ അറ്റത്ത് ഒരു നേർത്ത ഫ്ലെക്സിൻ്റെ കോട്ടിംഗ് നൽകുക. സോൾഡർ സ്റ്റിക്കിൽ ബ്ലോ ലാമ്പ് സൂക്ഷിച്ച് കേബിളിൻ്റെ അറ്റം ടിൻ ചെയ്യുക. ബാസ്റ്റൻഡ് ചെയ്ത കേബിളിൻ്റെ അറ്റത്ത് ഉരുകിയ സോൾഡർ വീഴാൻ അനുവദിക്കുക. അധികമായി വരുന്ന സോൾഡർ ശേഖരിക്കുന്നതിന് വയറിൻ്റെ അറ്റത്ത് വൃത്തിയുള്ള ഒരു ട്രേ വയ്ക്കുക. ലെഗ് സോക്കറ്റിനുള്ളിൽ ചെറിയ അളവിൽ ഫ്ലെക്സ് ഉപയോഗിക്കുക. സോക്കറ്റ് നിറയ്ക്കാൻ സോൾഡർ സ്റ്റിക്ക് ഉരുക്കി ലെഗ് ടിൻ ചെയ്യുക. കൂടാതെ അധികമുള്ള ഉരുകിയ സോൾഡർ ട്രേയിൽ ശേഖരിക്കുക. കേബിളിൻ്റെ അറ്റത്തും സോക്കറ്റ് ഇൻറ്റീരിയറിലും വീണ്ടും കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക.
ഉരുകിയ സോൾഡർ ഉപയോഗിച്ച് ലെഗിൻ്റെ സോക്കറ്റ് നിറയ്ക്കുക. സോക്കറ്റിൽ ഗ്ലോ ലാമ്പ് ജ്വാല നിരീക്ഷിക്കുക. സോക്കറ്റിൽ കേബിൾ തിരുകുക. കേബിൾ ലംബമായി പിടിക്കുക. ഗ്ലോ ലാമ്പ് നീക്കം ചെയ്ത് കേബിളും സോക്കറ്റും കുലുങ്ങാതെ പിടിക്കുക. സോൾഡർ ചൂടായിരിക്കുമ്പോൾ തന്നെ കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ച് ലെഗിൽ നിന്നും കേബിളിൽ നിന്നും അധിക സോൾഡർ നീക്കം ചെയ്യുക. സോൾഡർ ദൃഢമാകുന്നതുവരെ കേബിളും ലെഗും പിടിക്കുന്നത് തുടരുക. സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് എങ്ങനെ സോൾഡർ ചെയ്യാമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ആരംഭിക്കുന്നതിന് ചെമ്പ് സ്ട്രാൻഡുകൾ വൃത്തിയാക്കുക. കൂടാതെ ചെമ്പ് മുഖത്തെ സൾഫേറ്റിൽ നിന്നും മുക്തമാക്കുക. വയറിൻ്റെ അറ്റം തിരുകുക. 1000 വാട്ട് അല്ലെങ്കിൽ 220 വോൾട്ട് സോൾഡറിംഗ് അയൺ AC ഉറവിടത്തിലേക്ക് ബന്ധിപ്പിക്കുക. ഒരു ഇഷ്ടികയിൽ സോൾഡറിംഗ് അയൺ സൂക്ഷിക്കുക. സോൾഡറിംഗ് അയൺ അമിതമായി ചൂടാക്കരുത്. അമിതമായി ചൂടാക്കുന്നത് സോൾഡറിംഗ് അയണിൻ്റെ നനവിനെ തടസ്സപ്പെടുത്തും. വെറ്റിംഗ് എന്നാൽ സോൾഡറിംഗ് അയണിൻ്റെ പുറത്ത് സോൾഡർ ഒട്ടിപ്പിടിക്കുക എന്നാണ്. വയറിൻ്റെ അഗ്രവും ക്ലാമ്പിൻ്റെ ഫേസും ചേർത്ത് വെച്ച് ഉരുകിയ സോൾഡർ ഉപയോഗിച്ച് സോൾഡർ ചെയ്യുക. ക്ലാമ്പ് ഹൊറിസോണ്ടലായി പിടിച്ച് സ്പ്ലിറ്റ് സോൾഡർ ചെയ്ത് സോൾഡർ ഉപയോഗിച്ച് സ്പ്ലിറ്റ് അടയ്ക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ ക്ലാമ്പ് പിടിക്കുക. ഇൻസുലേറ്റിംഗ് സ്ലീവ് ഉരുകാതെ കേബിളിന് ചുറ്റും സോൾഡർ ചെയ്യുക. ഉരുകുന്നത് തടയാൻ ഇൻസുലേഷൻ മെറ്റീരിയലിന് ചുറ്റും സോൾഡർ ചെയ്ത ഭാഗത്തിനടുത്തായി നനഞ്ഞ തുണി ചുറ്റുക. സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് കേബിൾ സോൾഡർ ചെയ്യുന്നതിനുള്ള അടുത്ത ഘട്ടം. ആദ്യം കണ്ടക്ടർ സ്ട്രോണ്ടുകൾ മുറിക്കാതെ ഇൻസുലേഷൻ നീക്കം ചെയ്യുക. 300 വാട്ട് 220 വോൾട്ട് സോൾഡറിംഗ് അയൺ ഒരു AC വിതരണവുമായി ബന്ധിപ്പിച്ച് സോൾഡറിംഗ് അയൺ ഒരു ഇഷ്ടികയിൽ സൂക്ഷിക്കുക. എമരി പേപ്പർ ഉപയോഗിച്ച് ചെമ്പ് സ്റ്റാൻഡ് വൃത്തിയാക്കുക. സ്റ്റാൻഡുകൾ ഭംഗിയായി പിരിക്കുക. അവസാനം മരപ്പലകയിൽ വയ്ക്കുക. മൃദുവായ സോൾഡർ ഉപയോഗിച്ച് വെറ്റ് ചെയ്യുക. ഇരുമ്പ് അമിതമായി ചൂടാക്കരുത്. സോൾഡർ ഉപയോഗിച്ച് അവസാനം കോട്ട് ചെയ്യുക. എലൈറ്റ് ടെർമിനലിൻ്റെ ചെറിയ ലൂപ്പിലേക്ക് അഗ്രം ഇൻസേർട്ട് ചെയ്യുക. ടെർമിനൽ ടാബുകൾ ഓരോന്നായി മടക്കി ഒരു ടൂൾ ഉപയോഗിച്ച് ക്രിമ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു മരപ്പലകയിൽ ക്ലാമ്പ് സൂക്ഷിക്കുക. ഇരുമ്പ് സൂക്ഷിക്കുക. അങ്ങനെ സമ്പർക്ക മേഖല വർദ്ധിപ്പിച്ച് നല്ല രീതിയിൽ താപപ്രസരണം നടത്തുന്നത് വഴി ഒരു നല്ല ചൂട് സോൾഡറിൻ്റെ ഒഴുക്ക് ഉണ്ടാക്കുന്നു. സോൾഡറിൻ്റെ സോളിഡിഫിക്കേഷനായി കാത്തിരിക്കുകയും ഫലം പരിശോധിക്കുകയും ചെയ്ത ശേഷം മറ്റ് ടെർമിനൽ സോളിഡിങ്ങിനായി നിങ്ങൾക്ക് അതേ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ്. സുരക്ഷിതത്വത്തിനും ശരിയായ പ്രവർത്തനത്തിനും വയറുകളും കേബിളുകളും ഇൻസുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ വയറുകൾക്കും കേബിളുകൾക്കും വിവിധ വലിപ്പത്തിലുള്ള ഇൻസുലേഷൻ സ്ലീവ് ലഭ്യമാണ്. ടെർമിനലുകൾ സോൾഡർ ചെയ്യുന്നതിന് മുൻപ് ഈ സ്ലീവ് ചേർക്കാവുന്നതാണ്. സോൾഡറിങ്ങിനെ കുറിച്ചുള്ള ഈ സെഷൻ നമുക്ക് സമ്മറൈസ് ചെയ്യാം. വ്യത്യസ്തമായ ടൂളുകളും രീതികളും വഴി എങ്ങനെ സോൾഡറിങ് ചെയ്യാമെന്ന് ഈ മൊഡ്യൂൾ നമ്മളെ പഠിപ്പിക്കുന്നു. കണ്ടക്ടറുകൾ ഉപയോഗിച്ച് ക്രിമ്പിംഗ് ജോയിൻറ്റുകൾ ഉണ്ടാക്കുക. കേബിൾ ലെഗുകൾ ഗ്ലോ ലാമ്പ് ഉപയോഗിച്ച് സോൾഡർ ചെയ്യുക. കേബിളുകൾ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് സോൾഡർ ചെയ്യുക എന്നിവയൊക്കെയും ഇതിൽ ഉൾക്കൊള്ളുന്നു.